അല്ലാഹുവിന്റെ റസൂല് നിങ്ങൾ കാണുന്ന ഏതെങ്കിലും പണ്ഡിതനോ ദീക്കി അന്തസോദീക്ക് പഠിപ്പിക്കുന്ന അഫ്ദലുൽ അള്ളാഹുവിന്റെ റസൂലിന് അല്ലാഹു തആല അക്ഷരാഭ്യാസം നൽകാതെ ഓത്തുപള്ളി പോകാതെ മദ്രസയിൽ പോകാതെ അന അഫ്സഹുൽ അറബ് ബൈദഅന്നീ മിൻ ഖുറൈശ്, ഞാൻ അറബികളിൽ വെച്ച് ഏറ്റവും വലിയ ഫസീഹാൻ, ഏറ്റവും വലിയ സാഹിത്യകാരനും ഏറ്റവും വലിയ ഭാഷാപടവുമാണ്. ഈ ഭാഷാ പരിജ്ഞാനം എനിക്ക് കിട്ടിയത് എന്റെ ഖുറൈശി വംശത്തിന്റെ പുണ്യമാൻ, ആ ഖുറൈശി വംശത്തിന്റെ പ്രത്യേകതയാണ്. ലോദ് എന്ന അക്ഷരം അറബി ഭാഷയിലല്ലാതെ മറ്റൊരക്ഷരം വേറെ അതുപോലത്തെ ഒരു ഭാഷയിലുമില്ല. അത്തരം ഭാഷ അല്ലാഹു തആല അനുഗ്രഹിച്ചിട്ടുള്ള, വിപുലപ്പെടുത്തിയിട്ടുള്ള അക്ഷരങ്ങൾ കൊണ്ട് അനുഗ്രഹിച്ചിട്ടുള്ള ആ ഭാഷ സംസാരിക്കുന്നവരിൽ വെച്ച് ഏറ്റവും വലിയ ഫസീഹ് ഞാനാണെന്ന് പറഞ്ഞു അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു. ലാ തംനഉ നിസാഅകും ഹുദൂദഹുന്ന മിനൽ മസാജിദി ഇദാ ഇസ്തഅ്ദനൂകും. രണ്ടെണ്ണമുണ്ട്. ഒന്ന്, എന്റെ മുജാഹിദുകളും ജമാഅത്തുകാരും പുത്തൻവാദികളും മുഴുക്കെ ശ്രദ്ധിക്കണം. പെണ്ണുങ്ങൾ വെറുതെയെങ്കിലും വീട്ടിൽ നിൽക്കുമ്പോഴും അടങ്ങിയിട്ട് നിൽക്കുമ്പോഴും ഇന്ന് നമ്മുടെ കേരളത്തിലുള്ള നിലപാടിൽ നിൽക്കുമ്പോഴും നിൽക്കുന്ന രൂപത്തിൽ പെണ്ണുങ്ങൾ അവരുടെ വീടിന്റെ അകത്ത് നിസ്കരിക്കുന്ന വഴക്കമാണെങ്കിൽ പിത്തനുണ്ടാക്കിയിട്ട് നിങ്ങൾ അവരെ നയിച്ചോളിന്ന് ഹദീസിലില്ല. വെറുതെ ഉറങ്ങിക്കിടക്കുന്നവരെ നോക്കിയിട്ട് പൊയ്ക്കോളിന്ന് സമ്മതം കൊടുക്കണമെന്നും ഹദീസിലില്ല. അല്ല, അങ്ങനെയാണല്ലോ ഒന്ന് നടക്കുന്നത്. നിങ്ങളൊരൊറ്റ ആളെ കെട്ടിയോളും വീട്ടിൽ പോകാൻ വേണ്ടി പള്ളിയിൽ പോകാൻ സമ്മതം ചോദിച്ച ചരിത്രം കാണൂല. നിങ്ങൾ പിടിച്ചേൽച്ച് കൊണ്ടോണ്ടി വരും. അതാണ് നമ്മളെ പെണ്ണുങ്ങളെ ചരിത്രം. സത്യം അതല്ലേ? വാദത്തിന് വേണ്ടി പറഞ്ഞാ പോരാ. മനസ്സാക്ഷിയിൽ കൈവച്ചിട്ട് സ്വന്തം വീട്ടിന്റെ അകത്തെ പെണ്ണുങ്ങളുടെ അനുഭവം വെച്ചിട്ട് എന്റെ ചെറുപ്പക്കാരാ ആലോചിക്ക്. നിന്റെ വീട്ടിൽ നിന്റെ ഭാര്യയും നിന്റെ വീട്ടിൽ നിന്റെ ഉമ്മയും നീ കൈപിടിച്ച് പ്രേരിപ്പിച്ച് വലിച്ചെങ്കിലല്ലാതെ ഞാനും ഓർത്തങ്ങളൊപ്പം പള്ളിക്ക് എന്ന് കോശി പറഞ്ഞ് സമ്മതം ചോദിച്ചിട്ട് നമ്മളെ നാട്ടിൽ ഒരൊറ്റ പെണ്ണും പോരൂല. പിന്നെങ്ങനെ റസൂലുള്ളാഹിന്റെ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ തന്നെ സമ്മതം ചോദിച്ചാ തടയരുത് എന്ന് പറഞ്ഞത് നിങ്ങൾക്ക് ബാധകമാകും, ഈ വിവാദത്തിന് ബാധകമാകും. നല്ല ഈ സ്ഥിതി മാറ്റിമറിച്ചിട്ട് അരുതാത്തതുണ്ടാക്കാൻ കാരണമാകും. ആലോചിക്കണ്ടേ? ഇത് വെറുതെ പറയുന്നതല്ല, സാധാരണക്കാർ ആലോചിക്കണം. എല്ലാ ഹദീസിലുമുള്ളത് ഇദസ്തഅ്ദനകും അല്ലെങ്കിൽ ഇദസ്തഅ്ദനൂകും. സമ്മതം ചോദിക്കൽ മുഹഖഖായാൽ, സുദീർഘമായും വിടാതെ സമ്മതം ചോദിച്ചാൽ അതിന്റെ അർത്ഥം കുറച്ചൊക്കെ കേൾക്കാതെ നോക്കാ, അല്ലേ? കുറച്ചൊക്കെ കേട്ടില്ല കേട്ടു എന്ന് നോക്കാ. വയ്യാതെ കൂടിയിട്ട് ചോദിച്ച് തന്നെ നിങ്ങളെ ശല്യപ്പെടുത്തുന്നുണ്ടെങ്കിൽ അത്തരം പെണ്ണുങ്ങളെ നിങ്ങൾ തടഞ്ഞു വയ്യാവേല് സൃഷ്ടിച്ചിട്ട് വീട്ടിൽ കലഹമുണ്ടാക്കാൻ നോക്കണ്ട.